ശബരിമല സ്വർണ്ണക്കൊള്ള തന്ത്രിയുടെ അറിവോടെയെന്ന് SIT കോടതിയിൽ. തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയ്ക്കെതിരെ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഗുരുതര കണ്ടെത്തലുകളുള്ളത്. അതേസമയം കണ്ഠരര് രാജീവര് നെടുമ്പറമ്പിൽ ഫിനാൻസിൽ 2.5 കോടി നിക്ഷേപിച്ചെന്ന ആരോപണം ഉടമ ENM രാജു തള്ളി. ശബരിമലയിലെ ആടിയ നെയ്വിൽപ്പന ക്രമക്കേടിൽ EDയും അന്വേഷണം തുടങ്ങി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എല്ലാം നടന്നത് തന്ത്രിയുടെ അറിവോടെയെന്നാണ് SIT റിപ്പോർട്ട്. തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ എതിർത്ത് കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഗുരുതര വിവരങ്ങളുള്ളത്. കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് അംഗം N വിജയകുമാറിനെ വീണ്ടും കോടതി റിമാൻഡ് ചെയ്തു. ഇതിനിടെ തന്ത്രി കണ്ഠരര് രാജീവര് 2.5 കോടി രൂപ നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിക്ഷേപിച്ചുവെന്ന ആരോപണം തള്ളി ഉടമ ENM രാജു രംഗത്തെത്തി. തന്ത്രിയുമായി ഇടപാടുണ്ടെങ്കിൽ പോലീസ് നേരത്തെ കണ്ടെത്താത്തത് എന്തുകൊണ്ടാണെന്നും രാജു ചോദിച്ചു. ആ ആരോപണം പൂർണ്ണമായിട്ടും തെറ്റായിരിക്കുന്ന ആരോപണമാണ്. നെടുമ്പറമ്പിൽ ഫിനാൻസിൽ തന്ത്രിയുടെയോ തന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെയോ ആരുടെയും 1 രൂപ പോലും ഇല്ല എന്നുള്ളത് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ വരുവാനിടയായത്. ശബരിമലയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിൽ EDയും നടപടികൾ കടുപ്പിക്കുകയാണ്. ആടിയ ശിഷ്ടനെയ് വിൽപ്പനയിലെ ക്രമക്കേട് വിവരങ്ങൾ ED ശേഖരിച്ചു. മുൻ കീഴ്ശാന്തി സുനിൽകുമാർ പൂറ്റിയെ വിജിലൻസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ED ഇടപെടൽ. സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ അടുത്തയാഴ്ച ചോദ്യം ചെയ്യാനും നീക്കമുണ്ട്. അതേസമയം ED അന്വേഷണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ സ്വാഗതം ചെയ്തു. ക്രമക്കേടുകൾ എവിടെ ഉണ്ടെങ്കിലും അവിടെയൊക്കെ പിടിമുറുക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് ക്ഷേത്രമാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും ധർമ്മനിഷ്ഠയോടുകൂടി നടത്തേണ്ട സ്ഥലങ്ങളില്ല. അവിടെയുള്ള അഴിമതികളെല്ലാം പിടിക്കണം. നമ്മളതിന് അനുകൂലിയാണല്ലോ. ശബരിമല തന്ത്രിസ്ഥാനം മാറ്റുന്നത് സംബന്ധിച്ച് നിലവിൽ തീരുമാനമെടുക്കുന്നതിൽ പ്രസക്തിയില്ലെന്നും ജയകുമാർ പറഞ്ഞു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.